സ്വർഗത്തിന് ഏറ്റവും അധികം ആനന്ദം വരുന്നത് നമ്മൾ വചനം പ്രഘോഷിക്കുമ്പോഴും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, നമ്മൾ ദശാംശം കൊടുക്കുമ്പോഴും, നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോഴൊക്കെ സ്വർഗത്തിന് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, സ്വർഗത്തിന് ഏറ്റവും കൂടുതൽ ആനന്ദം വരുന്നത് എപ്പോഴാണ്? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വചനം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാതെ പറയുകയാണ്, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. എല്ലാവരും ആനന്ദത്തോടെ പറഞ്ഞേ, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അടിസ്ഥാന മാനസാന്തരം സംഭവിച്ച ഒരു ദൈവ പൈതലിനെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. സ്വർഗത്തിന് എപ്പോഴാ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്? മനസ്സിലായവരും പറഞ്ഞേ, സ്വർഗത്തിൽ എപ്പോഴാ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്? കർത്താവിന്റെ ഹൃദയത്തിന് എപ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത് കൂടുതൽ? മലാകമാർക്കും പരിശുദ്ധ അമ്മമാതാവിനും ഔസേപിതാവിനും സകല വിശുദ്ധർക്കും സ്വർഗം മുഴുവനും കൂടുതൽ ആനന്ദം ഉണ്ടാകുന്നത് ഒരു പാപിയായ മനുഷ്യൻ, ലൗകികനായ മനുഷ്യൻ, ജഡീകനായ മനുഷ്യൻ അനുതപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ, രൂപാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ മനസ്സാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും ഈ അടിസ്ഥാനം മാനസാന്തരത്തിന് ഒരുപാട് വില കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വചനത്തിൽ എന്താണ് വചനം പറയുന്നത്? യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. അപ്പൊ എന്തിനാ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്? വ്യക്തികൾ മാനസാന്തരപ്പെടാൻ, കുടുംബങ്ങൾ മാനസാന്തരപ്പെടാൻ, ദേശങ്ങൾ മാനസാന്തരപ്പെടാൻ, ലോകത്തിന് മാനസാന്തരം ഉണ്ടാകാൻ, അനുതാപം ഉണ്ടാകാൻ, രൂപാന്തരപ്പെടാൻ. വചനം പറയാണ്, താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പട്ടണങ്ങള് മാനസാന്തരപ്പെടാഞ്ഞതിനാൽ കർത്താവ് ഈ പട്ടണങ്ങളെ ശാസിക്കാൻ തുടങ്ങി. കർത്താവ് എന്താണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്? മാനസാന്തരം. നമ്മൾ രൂപാന്തരപ്പെടണം, നമ്മൾ രൂപാന്തരപ്പെടണം, നമ്മൾ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കുക. ഇന്ന് നമുക്കറിയാം, പരിശുദ്ധ അമ്മ മാതാവ് ലോകത്തിന്റെ പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് അമ്മ പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്താ പ്രിയപ്പെട്ടവരെ? രക്തക്കണ്ണുനീരൊഴുക്കി അമ്മ ഇന്ന് കണ്ണുനീരോടെ തന്റെ പ്രിയപ്പെട്ട മക്കളെ നോക്കി അമ്മ പറയുന്നുണ്ട്. എന്താ അമ്മ പറയുന്നത്? മക്കളെ, അനുതപിക്കുക, മാനസാന്തരപ്പെടുക. മക്കളെ, മാനസാന്തരപ്പെടുക. നിങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുക, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക, നിങ്ങളെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം. ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്.